നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. നിലമ്പൂരിൽ പി.വി. അൻവറിന്റെ ഒരു പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാവില്ല. സ്വതന്ത്രനായി മത്സരിക്കാനുള്ള പത്രിക സ്വീകരിച്ചു. പുനഃപരിശോധിക്കണമെന്ന് അൻവർ. നടൻ കമൽഹാസനെ ശകാരിച്ച് കർണാടക ഹൈക്കോടതി. കമൽഹാസന്റെ പരാമർശം പൊതുജന വികാരം വ്രണപ്പെടുത്തി. കമൽഹാസൻ ചരിത്രകാരനാണോ എന്ന് കോടതി. വിവാദമായത് തമിഴിൽ നിന്നാണ് കന്നഡ ഉത്ഭവിച്ചത് എന്ന പരാമർശം. വീണ്ടും പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങി രാമജന്മഭൂമി. രാം ദർബാറിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കം. ചടങ്ങുകൾ 3 ദിവസം. യോഗി ആദിത്യനാഥ് നേതൃത്വം നൽകും. രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തേറുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ സുദർശൻ 400 കരുത്ത് തെളിയിച്ചെന്ന് റഷ്യ. കൂടുതൽ റെജിമെന്റുകൾ അടുത്ത വർഷത്തോടെ. ഭാരതവുമായി കൂടുതൽ പ്രതിരോധ സഹകരണത്തിനും റഷ്യ. ഷാഹിദ് അഫ്രീദി പങ്കെടുത്ത ദേശവിരുദ്ധ പരിപാടിയിൽ കുസാറ്റ് അലൂമിനി അസോസിയേഷന്റെ വാദം പൊളിയുന്നു. ദുബായിലെ പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ടെന്ന് അഫ്രീദി. പാക് മുൻ ക്രിക്കറ്ററുടെ പ്രതികരണം ഖലീജ് ടൈംസിൽ. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് 9 പേർ. പുതിയ കേസുകളില്ല. പടരുന്നത് ഒമിക്രോൺ JN.1-ന്റെ LF7 വകഭേദം. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലെന്ന് ആരോഗ്യവകുപ്പ്. ഇടുക്കിയിൽ നിരോധന ഉത്തരവ് ലംഘിച്ച് പ്രവർത്തിച്ച സാഹസിക വിനോദ കേന്ദ്രം അടച്ചുപൂട്ടി. M. മണിയുടെ സഹോദരൻ ലംബോദരന്റെ പേരിൽ ക്രിമിനൽ കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ച മേഖലയിൽ. നെൽകർഷകരോട് അവഗണന തുടർന്ന് സംസ്ഥാന സർക്കാർ. കേന്ദ്രം നൽകുന്ന താങ്ങുവില കർഷകർക്ക് നൽകുന്നില്ല. കേന്ദ്രം വർദ്ധിപ്പിച്ച 5 രൂപ പ്രൊഡക്ഷൻ ഇൻസെന്റീവിൽ കുറച്ചു. IPL കലാശപ്പോരാട്ടം ഇന്ന്. ബാംഗ്ലൂർ പഞ്ചാബിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ പി.വി. അൻവറിന്റെ ഒരു സെറ്റ് പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകിയ പത്രികയാണ് തള്ളിയത്. ഇതോടെ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വരും. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പി.വി. അൻവറിൻ്റെ ഒരു സെറ്റ് പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധിക്കില്ല. ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല. അൻവറിന് സ്വതന്ത്രനായി ജനവിധി തേടേണ്ടി വരും. അൻവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ശിവദാസ്. അനിൽ നമ്പ്യാർ, പി.വി. അൻവർ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധനയാണ്. ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടിയിരുന്ന അവസാന തീയതി. ഇന്നലെ പി.വി. അൻവർ 2 സെറ്റ് പത്രികയാണ് നൽകിയത്. ഒന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നതിനും മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതിനും. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എങ്കിലും അതിൽ അവസാന
അവസാന വട്ട പരിശോധനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയല്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് അത്തരത്തിലാണ് PV അൻവർ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ദേശീയ പാർട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. ഇതാണ് ഈ പത്രിക തള്ളാനുള്ള പ്രധാന കാരണം. പക്ഷേ അത് PV അൻവറിന് മത്സരിക്കാം. കാരണം അദ്ദേഹം 2 സെറ്റ് പത്രിക നൽകിയത് കൊണ്ട് തന്നെ സ്വതന്ത്രനായി PV അൻവറിന് മത്സരിക്കാൻ കഴിയും. ഓട്ടോറിക്ഷ ആണ് അദ്ദേഹം ചിഹ്നമായി ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ PV അൻവറിന് മത്സരിക്കാൻ കഴിയും. കഴിഞ്ഞ തവണയും അതിന് തൊട്ടു മുൻപുള്ള പ്രാവശ്യവുമെല്ലാം തന്നെ PV അൻവർ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ തന്നെയായിരുന്നു മത്സരിച്ചത്. ഇത്തവണയും അതേ ചിഹ്നം തന്നെ വേണം എന്നുള്ള ഒരു ആഗ്രഹം തനിക്കുണ്ട് എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക എന്നും PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ PV അൻവറിൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ഒരു അവകാശമായിരിക്കും ഇനി PV അൻവറിന് ഉണ്ടാവുക. എന്തായാലും 2 സെറ്റ് പത്രിക സമർപ്പിച്ചത് കൊണ്ട് തന്നെ PV അൻവറിന് നിലവിൽ മത്സരിക്കാനുള്ള സാധ്യത പത്രിക തള്ളിയതിന് ഇപ്പോൾ കാരണം പറയുന്നത് മതിയായ ഒപ്പുകൾ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അൻവർ പറയുന്നത് പത്രിക തള്ളിയിട്ടില്ല, തൽക്കാലം പത്രിക മാറ്റിവെച്ചു എന്നാണ്. ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ദേശീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ ഉള്ള ഒപ്പ് ഇല്ല എന്നാണ്. 10 പേരുടെ ഒപ്പ് വേണം എന്നൊരു നിർദ്ദേശം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയാണ് തുടർന്ന് വന്നിരുന്നത്. പക്ഷേ അത്തരത്തിൽ 10 പേരുടെ ഒപ്പ് ഈ അൻവർ നൽകിയിരുന്ന ഈ ഒരു നാമനിർദ്ദേശ പത്രികയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പത്രിക തള്ളിയിരിക്കുന്നത്. പക്ഷേ PV അൻവർ പറയുന്നത് ഇപ്പോഴും പത്രിക തള്ളിയിട്ടില്ല, അതിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. പക്ഷേ കൃത്യമായി തന്നെ അത് തള്ളി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അവസാന വട്ട പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ പ്രാഥമികമായ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പത്രിക തള്ളും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ PV അൻവറിന് മത്സരിക്കാൻ കഴിയും എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ച് ഒരു ആശ്വാസമായുള്ള ഒരു ഘടകം. കാരണം ആ PV അൻവറിനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നവും അഭിമാന പോരാട്ടവും കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേത്. കാരണം LDFനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് LDFിൽ നിന്നും വിട്ടുവന്ന PV അൻവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി UDF മുന്നണി പ്രവേശനത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ UDF മുന്നണി പ്രവേശനം ഇപ്പോഴും സാധ്യമായില്ല. അവസാന നിമിഷം വരെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം വരെ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ ഫലിച്ചില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ PV അൻവറിന് മത്സരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും എന്നുള്ള ഒരു ആശങ്ക PV അൻവറിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി PV അൻവറിന് മുന്നിലുള്ള ഏക വഴി. കാരണം LDFിൽ നിന്നും വിട്ടു UDFിലേക്ക് എടുക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുൾ അടഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏക വഴി സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 തവണ ഇടത് പിന്തുണയിൽ ആണെങ്കിൽ പോലും PV അൻവർ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില സ്വാധീനം PV അൻവറിന് ഈ മണ്ഡലത്തിൽ ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം PV അൻവറിനും അത്തരത്തിലുള്ള പേടിയും ആശങ്കയും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ താൻ മത്സരിക്കുന്നില്ല, തനിക്ക് അതിനുള്ള ശേഷിയില്ല, പണമില്ല എന്നെല്ലാം പറഞ്ഞ് PV അൻവർ ഒഴിഞ്ഞു മാറിയത്. പക്ഷേ അവസാന നിമിഷത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളും മറ്റ് ദേശീയ നേതൃത്വവും അടക്കം ആണ് PV അൻവറിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതും ഒടുവിൽ PV അൻവർ മത്സരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തതും PV അൻവർ നാമനിർദ്ദേശ പത്രിക നൽകിയതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൽ ഒരു സെറ്റ് നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറെക്കുറെ തള്ളി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനവട്ട പരിശോധനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും തള്ളിയാൽ പോലും PV അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാം എന്നൊരു സ്ഥിതി ഉണ്ട്. കാരണം അദ്ദേഹം 2 സെറ്റ് പത്രിക നൽകിയത് കൊണ്ട് തന്നെ ഒരു സെറ്റ് പത്രിക എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ മറ്റ് തെറ്റുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്വതന്ത്രനായി മത്സരിക്കാം എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ശിവദാസ് അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തീരുമാനം വൈകും, തള്ളി എന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് PV അൻവർ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസും
തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനം പിന്നീട് എന്ന രീതിയിലാണ് അൻവർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് PV അൻവറിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇത് തള്ളി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഇതിൻ്റെ അന്തിമഘട്ട പരിശോധനകൾ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആലോചിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം താൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തനിക്ക് താല്പര്യം. അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് പാർട്ടി ദേശീയ നേതൃത്വവും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഈ ഒരു നാമനിർദ്ദേശ പത്രിക പൂർണ്ണമായും തള്ളി എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന് PV അൻവർ പറയുന്നു. അതിൻ്റെ അവസാന വട്ട പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ കൃത്യമായൊരു പ്രതികരണം തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ട് എന്നും PV അൻവർ പറയുന്നുണ്ട്. യെസ്, നിലമ്പൂരിൽ PV അൻവറിൻ്റെ ഒരു സെറ്റ് പത്രിക തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകിയ പത്രികയാണ് തള്ളിയത്. ഇതോടെ അൻവറിന് സ്വതന്ത്രനായി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. ശിവദാസ് കന്മനമാണ് നിലമ്പൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിലമ്പൂർ നഗരത്തിലായിരുന്നു ഇന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ പ്രചാരണം. ശിവദാസ് കന്മനത്തിൻ്റെ റിപ്പോർട്ട് കാണാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണമെല്ലാം കഴിഞ്ഞതോടെ ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സജീവമായി പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രചാരണം? വളരെ നല്ല പ്രതികരണമാണ്. എല്ലാവരും ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്നത്. ഫീൽഡിൽ വളരെ കാര്യമായൊരു പ്രതികരണം നമുക്ക് അനുകൂല പ്രതികരണമുണ്ട്. പിന്നെ നോബിളിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതാക്കന്മാർ BJPയുടെ മുഴുവൻ പേരും ക്യാമ്പ് ചെയ്യണം. നല്ലൊരു സെറ്റപ്പ്, നല്ല പ്രതീക്ഷയാണ് നമുക്ക്. നാമനിർദ്ദേശ പത്രിക ഇന്നലെയാണ് സമർപ്പിച്ചത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് പ്രചാരണം. ഇപ്പോൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ ഇന്നലെ തന്നെ പ്രചാരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രധാനമായിട്ട് നമ്മുടെ അജണ്ടകളൊക്കെ പ്രചാരണത്തിൻ്റെ പ്രധാന നിലമ്പൂരിൻ്റെ വികസനമാണ് നമ്മുടെ മെയിൻ അജണ്ട. പിന്നെ അതേപോലെ തന്നെ നരേന്ദ്രമോദിജിയുടെ ഭാരതത്തിൻ്റെ വികസനം, അതേപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ കേരള വികസനം, അതേപോലെ നിലമ്പൂരിലെ വികസനം, അതാണ് നമ്മളുടെ ഏറ്റവും മുഖ്യമായ ആൾ. ഇത് കുടിയേറ്റ പ്രദേശമാണ്, ഇത് മലയോര പ്രദേശമാണ്. ഇവിടെ ആദിവാസികളൊക്കെ വളരെയേറെ കൂടുതൽ താമസിക്കുന്നതാണ്. അവരുടെയൊക്കെ വികസനമാണ് BJPയുടെ ലക്ഷ്യം. പ്രചാരണ സമയത്ത് ഇങ്ങനെ ആളുകളൊക്കെ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പലരും ഫോണിൽ കൂടെ വിളിച്ച് പറയാറുണ്ട്. ഫോണ് എല്ലാവരും എടുക്കാൻ കഴിയുന്നില്ല. വളരെയേറെ പേരുടെ പിന്തുണയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ പിന്തുണയാണ്. വളരെ വിജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും BJP ജയിക്കും. BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ പുതിയ മുന്നേറ്റം. തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പ്രചാരണം സജീവമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളെയും നേരിട്ട് കണ്ട് തന്നെ തൻ്റെ ഓരോ വോട്ടുകളും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി. വികസനം തന്നെയാണ് പ്രധാന അജണ്ട എന്ന് പറയുന്നു. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നേരിട്ട് തന്നെ വന്ന് കാണുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, നിലമ്പൂർ. ചലച്ചിത്ര താരം കമൽഹാസനെ രൂക്ഷമായി ശകാരിച്ച് കർണാടക ഹൈക്കോടതി. തമിഴ് ഭാഷയിൽ നിന്നാണ് കന്നഡ ഉത്ഭവിച്ചത് എന്ന വിവാദ പരാമർശത്തിലാണ് കോടതിയുടെ വിമർശനം. ഇത്തരം പരാമർശം നടത്താൻ കമൽഹാസൻ ചരിത്രകാരനാണോ എന്ന് കോടതി ചോദിച്ചു. കമൽഹാസന്റെ വാക്കുകൾ പൊതുജന വികാരം വ്രണപ്പെടുത്തി എന്നും കോടതി നിരീക്ഷിച്ചു. ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. അതിനാൽ ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും കോടതി പറഞ്ഞു. പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണമൊരുക്കിയ സംഭവത്തിൽ കുസാറ്റ് അലൂമിനി അസോസിയേഷന്റെ നുണക്കഥ പൊളിയുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ക്ഷണിച്ചിട്ടെന്ന് ഷാഹിദ് അഫ്രീദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അഫ്രീദി നടത്തിയ അഭിപ്രായ പ്രകടനം വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സ്വീകരണം ഒരുക്കിയത്. ഇന്ത്യ വിരുദ്ധത പറയുകയും ഓപ്പറേഷൻ സിന്ദൂറിനെ കളിയാക്കുകയും ചെയ്ത
പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഗുല്ലിനെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ മെയ് 25-ന് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച നൃത്ത മത്സരത്തിനിടെ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും വൻ വരവേൽപ്പ് നൽകുകയായിരുന്നു. ഇത് വിവാദമായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി അലൂമിനി അസോസിയേഷൻ നേരത്തെ രംഗത്തു വന്നിരുന്നു. അതേ സ്ഥലത്ത് മറ്റൊരു പരിപാടിക്കെത്തിയ താരങ്ങൾ ക്ഷണിക്കാതെ അപ്രതീക്ഷിതമായി തങ്ങളുടെ പരിപാടിയിലേക്ക് വന്നുകയറി എന്നാണ് അസോസിയേഷൻ ഇറക്കിയ പ്രസ്താവന. പെട്ടെന്നുള്ള വരവായതിനാൽ തടയാൻ കഴിഞ്ഞില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഖലീജ് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സംഘാടകരിൽ ചിലർ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് ഷാഹിദ് അഫ്രീദി വ്യക്തമാക്കുന്നത്. തന്നെയും ഉമർ ഗുല്ലിനെയും കണ്ടപ്പോൾ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്നും അഫ്രീദി പറഞ്ഞു. പാകിസ്ഥാൻ അസോസിയേഷൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇത് ശരിവയ്ക്കുന്നുണ്ട്. കേരളത്തിലെ കോളേജുകളുടെ UAE-യിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം അലൂമിനി അസോസിയേഷന്റെ വിശദീകരണം വെറും നുണയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. അതേസമയം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പ്രവാസലോകത്തിൽ നിന്നടക്കം പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിനു പിന്നാലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, ദുബായ്. ഭാരതത്തിന്റെ ഭാഷ നാനാത്വത്തിൽ ഏകത്വമെന്ന് DMK MP കനിമൊഴി. ലോകത്തിന് ഈ സന്ദേശം നൽകുകയാണ് പ്രതിനിധി സംഘത്തിന്റെ ഉദ്ദേശ്യം. സ്പെയിനിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു കനിമൊഴിയുടെ മറുപടി. You wanted to know about the national language. I think the national language of India is unity in diversity. And that is the message this delegation brings to the world. And I think that is the most important thing today. And let us continue with that. അയോധ്യയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 2ാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി. സീതാസമേതനായുള്ള ശ്രീരാമ വിഗ്രഹം ക്ഷേത്രത്തിന്റെ 1ാം നിലയിലെ റാം ദർബാറിലാണ് പ്രതിഷ്ഠിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്കിടെ ഉപദേവതാ പ്രതിഷ്ഠകളും നടക്കും. ചടങ്ങുകൾ ദർശിക്കാൻ അയോധ്യയിലേക്ക് വലിയ ഭക്തജന പ്രവാഹമാണ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ 1ാം നിലയിലെ ദർബാർ ഹാളിൽ 3 ദിവസങ്ങളായാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. സീതാസമേതനായ ശ്രീരാമസ്വാമിക്കൊപ്പം ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും ഉൾക്കൊള്ളുന്ന വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത്. ഗംഗാ ദസറ ദിനമായ വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക. 6 ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മവും ഈ ദിവസങ്ങളിലായി നടക്കും. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാന സ്ഥാനം വഹിക്കുക മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ചടങ്ങുകൾക്ക് മുന്നോടിയായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്വർണ്ണ താഴികക്കുടം സ്ഥാപിച്ചു. വിശുദ്ധി, സമൃദ്ധി, ഭക്തി എന്നിവ പ്രതീകപ്പെടുത്തുന്ന സുവർണ താഴികക്കുടങ്ങൾ ആചാരപരമായ ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠിച്ചത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അയോധ്യയിലേക്ക് വലിയ ഭക്തജന പ്രവാഹമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിന് സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായി അയോധ്യ ക്ഷേത്രം പൂർണ്ണ സജ്ജമാക്കാനാണ് ക്ഷേത്ര ട്രസ്റ്റ് ലക്ഷ്യം വെച്ചിരുന്നത്. ബാലഗ്രാമ പ്രതിഷ്ഠയുടെ 1ാം ഘട്ടവും 1ാം നിലയിലെ റാം ദർബാർ ഹാളിലെ പ്രതിഷ്ഠയുടെ 2ാം ഘട്ടവും ക്ഷേത്ര അനുബന്ധ കോംപ്ലക്സുകളുടെ പണി പൂർത്തിയാക്കുന്നതോടെ 3ാം ഘട്ടവും പൂർത്തിയാക്കി ക്ഷേത്രം സർവ്വസജ്ജമാകും. ജനം, ഡൽഹി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷം. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമായി 36 പേർക്ക് ജീവൻ നഷ്ടമായി. അസമിലും അരുണാചൽ പ്രദേശിലും 2 പേർ കൂടി മരിച്ചു. 11 പേർ അസമിലും 10 പേർ അരുണാചൽ പ്രദേശിലും 6 പേർ വീതം മേഘാലയയിലും മിസോറാമിലും മരണപ്പെട്ടു. ത്രിപുരയിൽ 2 പേർക്കും നാഗാലാൻഡിൽ ഒരാൾക്കും ജീവൻ നഷ്ടമായി. മണിപ്പൂരിൽ നിന്ന് ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ ഏറ്റവും നാശമുണ്ടാക്കിയത് അസമിലാണ്. 22 ജില്ലകളിലായി 5.35 ലക്ഷത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കവും മഴയും ബാധിച്ചു. അതേസമയം സിക്കിമിൽ കുടുങ്ങിക്കിടന്ന 1500-ലധികം വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. 80-കാരനാണ് കോവിഡ് മൂലം മരിച്ചത്. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 9 അതേസമയം രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി.
ഒരു മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 9ആയി. 80 വയസ്സുള്ള പുരുഷന്റെ മരണമാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ഒരു മാസത്തിനിടയിൽ സംസ്ഥാനത്ത് മരിച്ചത് 4 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ സംസ്ഥാനത്ത് 1416 പേർക്കാണ് രോഗബാധ. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ JN1 വകഭേദമായ LF7 ആണ് പടർന്നു പിടിക്കുന്നത്. രോഗത്തിന്റെ തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് നിർദ്ദേശം. രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം. COVID-19 ഇൻഫ്ലുവൻസ രോഗലക്ഷണങ്ങളുള്ളവർക്ക് അപായ ലക്ഷണങ്ങളുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും ആന്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവായാൽ RT-PCR ടെസ്റ്റ് നടത്തി ഉറപ്പുവരുത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ആശുപത്രിയിലെത്തുന്നവരും കൂട്ടിരിപ്പുകാരും രോഗികളെ കാണാനെത്തുന്നവരും മാസ്ക് ധരിക്കണം. ഒപ്പം സോപ്പ് വെള്ളം, സാനിറ്റൈസർ എന്നിവ ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധിയാക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓക്സിജൻ സിലിണ്ടർ, മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ആശുപത്രി അധികൃതർ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പിലൂടെ പറയുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തം. കോവിഡ് വ്യാപനത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ആരോഗ്യ ഭാരതി ആവശ്യപ്പെട്ടു. ജില്ല തിരിച്ചുള്ള രോഗികളുടെ എണ്ണവും വ്യാപനത്തിന്റെ തോതും സർക്കാർ വ്യക്തമാക്കണം. സംസ്ഥാനത്ത് നിലവിൽ 1435 കോവിഡ് രോഗികളാണുള്ളത്. 8 മരണവും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025 മാത്രം 8 മരണം. അതിൽ 3 പേർ മരിച്ചത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടയിൽ. നിലവിൽ രോഗബാധിതരായി തുടരുന്നത് 1435 പേർ. മരണത്തിലും കോവിഡ് വ്യാപനത്തിലും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംഖ്യയാണ് കേരളത്തിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടും നിസ്സംഗത തുടരുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ്. മരിച്ചതാരെന്നോ എവിടെയെന്നോ ഒരു വാർത്താക്കുറിപ്പിറക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ജില്ല തിരിച്ചുള്ള കണക്കെടുപ്പോ രോഗികൾ കൂടുന്ന സ്ഥല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധനകളോ നിരീക്ഷണമോ സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കോവിഡ് വ്യാപനത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ആരോഗ്യഭാരതി രംഗത്തെത്തി. ജില്ല തിരിച്ചുള്ള രോഗികളുടെ എണ്ണവും വ്യാപനത്തിന്റെ തോതും മരണസംഖ്യയും സർക്കാർ വ്യക്തമാക്കണമെന്നും ആരോഗ്യഭാരതി ആവശ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വൈഡ് സ്പ്രെഡ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വ്യക്തമായ കണക്കുകൾ കേരള ഗവൺമെൻറ് നമ്മളെ അറിയിക്കേണ്ടതാണ്. കാരണം നമ്മളാണല്ലോ ഇതിൽ കഷ്ടപ്പെടുന്നത്. കേരള ഗവൺമെൻറ് ഇതിൻ്റെ വ്യക്തമായ കണക്കുകൾ ബോധിപ്പിക്കണം, ജനത്തിനെ അറിയിക്കണം. അതിനുള്ള എല്ലാ പ്രൊവിഷൻസും ഇപ്പോൾ ഉണ്ടല്ലോ. അതുപോലെ ഏതെല്ലാം ജില്ലകളിലാണ് കൂടുതൽ, എത്ര പ്രായമുള്ളവർക്കാണ് അസുഖം ഉണ്ടായത്, മരണപ്പെട്ടവരുടെ പ്രായം എത്രയാണ്. കാരണം ഇതെല്ലാം ആരോഗ്യപരമായ കാര്യങ്ങളാണ്. ഇതറിഞ്ഞെങ്കിൽ മാത്രമേ കോവിഡിനെ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു തടഞ്ഞത് ആ രീതിയിൽ കോവിഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കൃത്യമായ വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമേ കോവിഡ് പ്രതിരോധത്തിനും മുന്നൊരുക്കങ്ങൾക്കുമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂവെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ രോഗികളുടെ എണ്ണവും മരണസംഖ്യയും വർദ്ധിച്ചിട്ടും സംസ്ഥാനത്ത് വ്യാപിക്കുന്ന ഒമിക്രോൺ JN1 വകഭേദമായ LF7 തീവ്രത കുറവാണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ചലോ LOC. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന സന്ദേശവുമായി നടക്കുന്ന ചലോ LOC യാത്ര വിജയകരമായി മുന്നേറുന്നു. ആവേശകരമായ സ്വീകരണമാണ് യാത്രയ്ക്ക് എല്ലായിടത്തും ലഭിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ ലഭിച്ച അവിസ്മരണീയമായ സ്വീകരണങ്ങളെപ്പറ്റി യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന രാമാനന്ദ് ജനം TVയോട് പ്രതികരിച്ചു. ഹൊസൂരുള്ള ശാന്തിഗിരി ആശ്രമത്തിലായിരുന്നു ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ശരിയാക്കിയിരുന്നു. അവര് വലിയ അവിടുത്തെ സ്വാമി ജ്ഞാനതപസ്വി അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഞങ്ങൾക്കും വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. വളരെ നല്ല ഭക്ഷണമായിട്ട് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിന് ഇത്രയും വലിയൊരു മൂവ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുന്നുവെന്നാണ്. അതിനുശേഷം ഹൊസൂർ വെച്ച് വലിയൊരു സ്വീകരണ പരിപാടി ഉണ്ടായി. അവിടെ ഒരു ഹിന്ദു സേവാ പരിവാർ എന്ന് പറഞ്ഞ സംഘടന വലിയൊരു സ്വീകരണ പരിപാടി ഹൊസൂർ വെച്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങള് ബാംഗ്ലൂരിലേക്ക് വന്നു. അവിടെ സർജാപൂർ സിറ്റിസൺ ഫോറവും സമന്വയ എന്ന് പറയുന്ന സംഘടനയും ചേർന്ന് വലിയ സ്വീകരണ പരിപാടി, റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 200ഓളം ആളുകൾ പങ്കെടുത്ത വലിയ പരിപാടിയായിരുന്നു. വേറെ ബൈക്കുകളൊക്കെ ആയിട്ട് വലിയ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവര് പാക്ക് ചെയ്ത് തന്നിട്ടു. ഇടയ്ക്ക് വെച്ച് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഒക്കെ ചെയ്തു.
ചലോ LOC യാത്ര ഇപ്പോൾ കർണൂലിൽ എത്തിയിരിക്കുന്നു. വൈകുന്നേരം ഹൈദരാബാദിൽ സമാപിക്കും. മറ്റു വാർത്ത നോക്കാം. ഇടുക്കിയിൽ ഉടുമ്പൻചോല MLA MM മാണിയുടെ സഹോദരൻ ലംബോദരൻ്റെ ഉടമസ്ഥതയിലുള്ള സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം അടച്ചുപൂട്ടാൻ ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ച ഹൈറേൻ സിപ്പ് ലൈൻ എന്ന കേന്ദ്രമാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മറികടന്നാണ് സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ മുംബൈയിലെ സ്ഥാപനത്തിൽ വിജിലൻസ് പരിശോധന. താനെയിലെ ബൊറാക് കമ്മോഡിറ്റീസ് എന്ന സ്ഥാപനത്തിലാണ് വിജിലൻസ് പരിശോധനയ്ക്കെത്തിയത്. ഒറ്റമുറി സ്ഥാപനം പൂട്ടിയ നിലയിലായിരുന്നു. ഇത് ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷെൽ കമ്പനികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. സ്ഥാപനത്തിന്റെ ഉടമകളായി കാണിച്ചിരിക്കുന്നത് മുംബൈ സ്വദേശികളെയാണ്. ഇതിൽ ഒരാൾ ഡ്രൈവറാണ്. ഇയാൾക്ക് സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല. മറ്റൊന്ന് വ്യാജപേരും വിലാസവുമാണെന്നും വ്യക്തമായി. ED ഏജന്റുമാരെന്ന പേരിൽ തട്ടിയെടുക്കുന്ന പണം എത്തിയിരുന്നത് ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കായിരുന്നു. ഇങ്ങനെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട്. ഷെൽ കമ്പനിയിലേക്ക് എത്തിച്ച പണം എവിടേക്ക് കടത്തിയെന്നതിലും വിശദമായ അന്വേഷണമുണ്ട്. ഷെൽ കമ്പനികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും ഏജന്റുമാർ തട്ടിയെടുത്ത പണം താനെയിലെ ഷെൽ കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. കൂടുതൽ ഷെൽ കമ്പനികളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ED ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം നിലവിൽ വ്യക്തമായിട്ടില്ലെന്നും SP അറിയിച്ചു. ഞങ്ങളത് മുമ്പിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് ഒരു ഷെൽ കമ്പനിയാണെന്ന് നിങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്കി ഭാഗം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പ്രോസസ്സിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനി മാത്രമല്ല അവിടെ ഉള്ളത്, ഒരുപാട് കമ്പനിയുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിൽ അവിടേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏതാ ഷെൽ കമ്പനി ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. കൈക്കൂലി കേസിൽ പരാതിക്കാരനെതിരായ ED കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് EDക്ക് ഇന്നലെ കത്ത് നൽകിയിരുന്നു. കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണക്കേസിലെ FIR, സമൻസുകൾ എന്നിവയാണ് വിജിലൻസ് EDയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടി പരിശോധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ജനം, കൊച്ചി. സംസ്ഥാനത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ B അശോകിനെ തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാക്കിയ നടപടിയിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമന ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കി. ഡോക്ടർ B അശോകിൻ്റെ സമ്മതമില്ലാതെയുള്ള നിയമനം നിയമവിരുദ്ധമാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ ADGP മനോജ് എബ്രഹാമിനെ കൂടി ഉൾപ്പെടുത്തിയ സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. ഹർജിയിൽ പൊതു താൽപ്പര്യമില്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരിഗണനാ പട്ടിക തയ്യാറാക്കിയത് സർവീസ് നിയമം അനുസരിച്ചെന്നും ഹൈക്കോടതി. ഹർജിയിന്മേൽ ഹൈക്കോടതി രജിസ്ട്രിയുടെ എതിർപ്പ് സിംഗിൾ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ 19 വയസ്സുള്ള ബിരുദ വിദ്യാർത്ഥിനി അഷ്വികയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. പൊള്ളാച്ചി പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണൻ എന്നയാളുടെ മകളാണ് അഷ്വിക എന്ന 19-കാരി. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം പെൺകുട്ടി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കി പ്രവീൺ കുമാർ എന്ന യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ കഴുത്തിനും നെഞ്ചിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തി പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ കുമാർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അഷ്വിക. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പെൺകുട്ടിയുടെ വീടിന് സമീപം 5 വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു. ഇരുവരും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ പെൺകുട്ടി യുവാവിൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. കഴിഞ്ഞ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ പ്രകോപിതനായ യുവാവ് പെൺകുട്ടിയെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം യുവാവ് പൊള്ളാച്ചി സിറ്റി വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങി. പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജനം, പാലക്കാട്. കൊച്ചി കായലിൽ കഴിഞ്ഞ ദിവസം കാണാതായ
ടാൻസാനിയൻ നാവികന്റെ മൃതദേഹം കണ്ടെത്തി. ടാൻസാനിയൻ കേഡറ്റ് അബ്ദുൾ ഇബ്രാഹിം സാലെയെയാണ് കഴിഞ്ഞ ഞായറാഴ്ച കാണാതായത്. വെണ്ടുരുത്തി പാലത്തിന് സമീപം കപ്പൽച്ചാലിനടുത്ത് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി കൊച്ചിയിലെത്തിയതായിരുന്നു ടാൻസാനിയൻ സ്വദേശിയായ അബ്ദുൾ ഇബ്രാഹിം സാലെ. ഞായറാഴ്ച വൈകിട്ട് വെണ്ടുരുത്തി പാലത്തിന് സമീപം സുഹൃത്തുക്കൾക്കൊപ്പം നീന്തുന്നതിനിടെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അബ്ദുൾ ഇബ്രാഹിമിനെ കാണാതാവുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും നേവിയുടെ സ്കൂബ ടീമും തിരച്ചിൽ തുടരുന്നതിനിടെ ഇന്ന് രാവിലെ 9 മണിയോടെ വെണ്ടുരുത്തി കപ്പൽച്ചാലിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കൊച്ചിയിലെ നാവികസേന ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ടാൻസാനിയൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോവുക. ശനിയാഴ്ച പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് എല്ലാ വിഭാഗം കേഡറ്റുകൾക്കും 1 മാസത്തെ അവധിയായതിനാൽ കൊച്ചിയിലെത്തിയ അബ്ദുൾ ഇബ്രാഹിം നഗരത്തിലെ ഒരു ഹോട്ടലിലാണ് സുഹൃത്തിനൊപ്പം താമസിച്ചിരുന്നത്. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഞായറാഴ്ച വൈകിട്ട് കായലിൽ നീന്താനിറങ്ങിയതെങ്കിലും ശക്തമായ അടിയൊഴുക്കിൽപ്പെടുകയായിരുന്നു. ജനം, കൊച്ചി. ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ഭാര്യയെ ഭർതൃവീട്ടിൽ നിന്നും ഇറക്കിവിടാനാവില്ലെന്ന് ഹൈക്കോടതി. ഉടമസ്ഥാവകാശമില്ലെങ്കിലും സ്ത്രീകൾക്ക് ഭർതൃവീട്ടിൽ താമസിക്കാം. പാലക്കാട് സ്വദേശിയായ യുവതിക്കാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചത്. 2009 ഭർത്താവ് മരിച്ച ശേഷം തന്നെയും മക്കളെയും ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഇറക്കിവിടാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യുവതി കോടതിയെ സമീപിച്ചത്. പാർപ്പിടത്തിൻ്റെയും സുരക്ഷയുടെയും പ്രാധാന്യം സ്ത്രീകളുടെ അന്തസ്സിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണെന്ന് കോടതി വിലയിരുത്തി. വീടിൻ്റെ ഉടമസ്ഥത ആരുടെ പേരിലെന്നത് കണക്കിലെടുക്കാതെ ഭർതൃവീട്ടിൽ താമസിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ കെട്ടിയിട്ട് അർദ്ധനഗ്നനാക്കി മർദ്ദിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം. പ്രതികളായ റെജിൻ മാത്യു, വിഷ്ണു എന്നിവർക്കാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. പ്രതികൾ അന്യായക്കാരനായ ഷിജുവുമായോ സാക്ഷികളുമായോ ബന്ധപ്പെടാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. മണ്ണാർക്കാട് SC/ST കോടതിയാണ് ഇരുവർക്കും ജാമ്യം നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അഫാന്റെ പൂർണ്ണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ കൂടുതൽ മാനസിക പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശം. വെന്റിലേറ്ററിൽ നിന്ന് അഫാനെ ICUവിലേക്ക് മാറ്റി. ഡോക്ടർമാരോട് മറ്റും സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ദിവസത്തെയും അതിനു മുമ്പുള്ള ചില ദിവസങ്ങളിലെയും കാര്യങ്ങൾ ഓർക്കാനാവുന്നില്ലെന്ന് അഫാൻ പറഞ്ഞു. മറ്റേ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചെന്ന് പരാതി. KSU ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിൻ്റെ പരാതിയിൽ കൊല്ലം ഇരവിപുരം പോലീസ് 3 KSU നേതാക്കൾക്കെതിരെ കേസെടുത്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്ക എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നു. മനോജ്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആഷിഖിനെതിരെയാണ് ഇത്തരത്തിലൊരു ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ആഷിഖിനെ 3 നേതാക്കളും കൂടെ ഗൂഢാലോചന നടത്തി ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നതാണ്. ഈ FIR-ൽ കൃത്യമായും ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 1 മുതൽ 3 വരെയുള്ള പ്രതികൾ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ ആഷിഖിന്റെ പൊതുജീവിതം കളങ്കപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി അന്യായ ധനസമ്പാദനം നടത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് ഈ 1-ാം പ്രതി 2ഉം 3ഉം പ്രതികളുടെ പ്രേരണയോടുകൂടി അതായത് 9-ാം തീയതി കഴിഞ്ഞ വർഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിന്റെ പേരിലാണ് പിന്നീട് പരാതി ഉണ്ടാകുന്നത്. ആദ്യം വാട്സാപ്പ് കോൾ ചെയ്ത ശേഷം പരസ്ത്രീ ബന്ധമുള്ള ആളാണെന്നും അതോടൊപ്പം തന്നെ പൊതുജീവിതം തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് അതായത് ഈ ആഷിഖ് മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകൾ ഇയാൾക്ക് അയച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകൾക്കാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിലാണ് ഈ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSUവിന്റെ നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. മനോജ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചെന്ന് പരാതി. KSU ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിൻ്റെ പരാതിയിൽ കൊല്ലം ഇരവിപുരം പോലീസ് 3 KSU നേതാക്കൾക്കെതിരെ കേസെടുത്തു. മനോജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റുകൾക്ക് എതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര
ജന്മസ്ഥാനത്ത് നിന്നും കശ്മീരിലേക്കുള്ള ചലോ LOC യാത്ര 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 10 വനിതകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കശ്മീരിലേക്ക് തിരിച്ചത്. യാത്രയ്ക്ക് ഇന്ന് ആന്ധ്രാപ്രദേശിലെ കർണൂൽ സിദ്ധഗഞ്ച് ആശ്രമത്തിൽ സ്വീകരണം. ദേശീയോദ്ഗ്രഥനം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള യാത്ര പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കർണൂൽ സിദ്ധഗഞ്ച് ആശ്രമത്തിൽ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. ദേശീയോദ്ഗ്രഥനം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള യാത്ര പുരോഗമിക്കുന്നു. ഇപ്പോൾ കർണൂലിൽ എത്തിയിരിക്കുന്നു. വൈകുന്നേരം ഹൈദരാബാദിൽ യാത്ര സമാപിക്കും. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന വലിയൊരു മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര ജന്മസ്ഥാനത്ത് നിന്നും കശ്മീരിലേക്കുള്ള ചലോ LOC യാത്ര മിനിഞ്ഞാന്ന് ആണ് ആരംഭിച്ചത്. 10 വനിതകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കശ്മീരിലേക്ക് യാത്ര തിരിച്ചത്. യാത്ര ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ കർണൂൽ സിദ്ധഗഞ്ച് ആശ്രമത്തിൽ എത്തി പൂർണ്ണ കുംഭം നൽകിയാണ് യാത്രികരെ സ്വീകരിച്ചത്. ദേശീയോദ്ഗ്രഥനം എന്ന മഹത്തായ ആശയത്തെ മുൻനിർത്തിയുള്ള യാത്ര പുരോഗമിക്കുന്നു. സിദ്ധഗഞ്ച് ആശ്രമത്തിലെ വരവേൽപ്പിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. സിദ്ധഗഞ്ച് കർണൂലിലേക്ക് സ്നേഹാഭൂഷണമായ സ്വാഗതം. 1-ാം തീയതി കാലടിയിൽ നിന്ന് ആരംഭിച്ച് ശങ്കര സ്ഥാനത്തെത്തി കർണൂലിലെ സിദ്ധഗഞ്ചിലെ അവധൂത നാഥാനന്ദ സ്വാമിജിയുടെ കേന്ദ്രത്തിന് എത്തിയിരിക്കുകയാണ്. ഈ ആശ്രമത്തിന്റെ പേരാണ് സിദ്ധഗഞ്ച്. ഇവിടെ എത്തിയ ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ അടുത്ത ബിൽഡിംഗ് ആണ് ആശ്രയ ട്രസ്റ്റ്. ആശ്രയ ട്രസ്റ്റിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ റൂം നമ്പർ 1, 2, 5 എന്നീ റൂമുകളിൽ നിങ്ങൾക്ക് വാഷ്റൂമും മറ്റ് വ്യവസ്ഥകളും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് താഴത്താണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ്ങിന് ശേഷം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഹൈദരാബാദിലേക്ക് നമുക്ക് നീങ്ങണം. അതുകൂടാതെ ഇവിടെ നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റിയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 2 ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക്. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാം. സേവാഭാരതിയുടെ സ്റ്റേറ്റ് അധ്യക്ഷനാണ് നമ്മുടെ കൺസൾട്ടേഷനായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ആദ്യം നമുക്ക് അടുത്ത പിന്നെ ഇതിന്റെ ക്ഷേത്രത്തെ കുറിച്ച് ഇവിടെ നമ്മുടെ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബാബയുടെ മന്ദിരം, മഹാദാർ ബാബ. തൊട്ടടുത്ത ബിൽഡിംഗിൽ ആശ്രയ ട്രസ്റ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര സമുച്ചയമാണ്. മധ്യത്തില് വൈഷ്ണോദേവി, ഭാരതമാത, പിന്നെ ദത്താത്രേയ ഭഗവാൻ, ഇങ്ങനെ എന്റെ ഗുരുവിന്റെ ഭാഗത്ത് ഇവിടെ ഫ്രഷായിട്ട് അമ്പലത്തിൽ ദർശനം ചെയ്തിട്ട് ഇവിടെ മലയാളത്തിൽ പ്രവേശനം കൊടുക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ തിരിച്ചു
തിരിച്ചു പോകുമ്പോൾ ആശയത്തിൽ നമ്മൾ ചിന്തതിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പല ആൾക്കാർക്ക് വഴി കഴിഞ്ഞാണുള്ള സാധനം പൊതുതരമുണ്ടായിട്ട് കുടിച്ചിരുന്ന പ്രസാദം സ്വീകരിച്ച് എല്ലാവരും ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പം ഓരോ കുറച്ച് മോരുവെള്ളം കുടിച്ചിട്ട് നമുക്ക് ഞാൻ തിരക്കെടുത്തിട്ട് കുടുക്കിക്കോളൂ. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചലോ LOC യാത്രയ്ക്ക് ആന്ധ്രാപ്രദേശിലെ കർണൂൽ സിദ്ധഗഞ്ച് ആശ്രമത്തിൽ വൻ സ്വീകരണം. ദേശീയോദ്ഗ്രഥനം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള യാത്ര പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഹൈദരാബാദിൽ യാത്ര സമാപിക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സംസ്ഥാനത്ത് നെല്ലിൻ്റെ താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വർധന കർഷകർക്ക് നൽകാതെ പിണറായി സർക്കാർ. 5 വർഷത്തിനിടെ നെല്ലുവിലയിൽ കേന്ദ്ര സർക്കാർ നൽകിയ വർധന 5 രൂപ 1 പൈസ മാത്രമാണ്. ഈ തുക സംസ്ഥാന സർക്കാർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിൽ കുറവ് ചെയ്താണ് കർഷകരെ ഇന്നും ചൂഷണം ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിൽ സംസ്ഥാനത്ത് 2,02,860 കർഷകരിൽ നിന്ന് സപ്ലൈകോ സംഭരിച്ചത് 54 കോടി കിലോ നെല്ലാണ്. നെല്ലിൻ്റെ വിലയിൽ കഴിഞ്ഞ 5 വർഷവും താങ്ങുവില ഇനത്തിൽ കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. കിലോയ്ക്ക് 5 രൂപ 1 പൈസയാണ് കേന്ദ്രം 5 വർഷത്തിനിടെ വർദ്ധിപ്പിച്ചത്. എന്നാൽ ഈ വർധനവ് കർഷകരിൽ എത്തുന്നില്ലെന്നും സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഈ വർധനവിൻ്റെ പ്രയോജനമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ അതിന് ആനുപാതികമായി സംസ്ഥാനം നൽകി വരുന്ന പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിൽ നിന്നും ഈ തുക കുറവ് ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി കേന്ദ്ര ഗവൺമെൻറ് സമയാസമയങ്ങളിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണം കേരളത്തിലുള്ള നെൽകർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ അവസാനമായി 69 പൈസ കൂടി 1 കിലോ നെല്ലിൽ വർദ്ധിപ്പിച്ചതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ 5 രൂപ 1 പൈസയുടെ വർധനവാണ് 1 കിലോ നെല്ലിൽ MSPയിൽ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്നത്.
ആ വില ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഒരുപക്ഷെ ആ പൈസ ആയിരിക്കാം ഞങ്ങൾക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നത്. ദേശീയ ശരാശരിയുടെ 228 ഇരട്ടിയാണ് കേരളത്തിൽ നെൽകൃഷിയുടെ ചിലവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു നൽകേണ്ട സാഹചര്യത്തിലാണ് കുറവ് വരുത്തുന്നത്. 5 രൂപ 1 പൈസ നെല്ലുവിലയിൽ വർദ്ധിച്ചു കിട്ടേണ്ടത് നഷ്ടമാകുമ്പോൾ കർഷകന് ഒരേക്കറിൽ 10,020 രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. മറിച്ച് സർക്കാരിന് ലഭിക്കുന്നത് കോടികളും. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. വാർത്തകൾ തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.